ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോസ്റ്റ് മാർക്കറ്റ് മാത്രമേ ഉള്ളൂ. ഒന്ന് രണ്ട് കാര്യം ഒന്ന് പറയണം എന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് അങ്ങനെ ഒരു ചാൻസ് നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇന്ന് പോസ്റ്റ് മാർക്കറ്റ് സാധാരണ വെള്ളിയാഴ്ച നമ്മൾ ചെയ്യുന്നതല്ല എങ്കിലും ഇന്നത്തെ ആ പ്രൈസ് ആക്ഷനിലെ 2-3 കാര്യങ്ങളൊന്ന് പറഞ്ഞെങ്കിലേ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ മനസ്സിലത് കിടക്കും. അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയായിട്ട് ഞാൻ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഓക്കെ, അപ്പം ഞാൻ എന്താണ് പറഞ്ഞത്, ഞാൻ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് പ്രീ മാർക്കറ്റ് സമയത്ത് ഞാൻ 2 ഗ്രൂപ്പിലും കൃത്യമായിട്ട് വോയിസ് നോട്ട് ഇടുന്നത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് കറക്റ്റായിട്ട് ഞാൻ വോയിസ് ഇട്ടായിരുന്നു. എന്താ ഞാൻ പറഞ്ഞത് മാർക്കറ്റ് നമുക്ക് ഒരു ചെറിയ ഗ്യാപ്പ്, അപ്പോൾ അതായത് നമ്മുടെ മുകളിലത്തെ റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇല്ലേ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, കറക്റ്റായിട്ട് വോയിസ് നിങ്ങളൊന്നുകൂടെ കേട്ട് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞു ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് മുകളിലോട്ടൊരു ട്രേഡ് നോക്കാം. ശരി, നമ്പർ 1 അല്ലേ. അപ്പം ഇവിടെ എന്താ സംഭവിച്ചത്, ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ. ഓക്കെ, മേളിൽ പോയി തിരിച്ച് നമ്മുടെ ഈ ട്രെൻഡ് ലൈനിൻ്റെ താഴെയാണ് ക്ലോസ് ചെയ്ത് ഇല്ലേ. രണ്ടാമത്തെ ലൈൻ നോക്കിയേ, രണ്ടാമത്തെ ക്യാൻഡിൽ നമ്മൾ വെയിറ്റ് ചെയ്തു. ഓക്കെ, ഇത് ഓൾറെഡി നമുക്ക് ട്രേഡ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയി. പക്ഷേ ഇവിടെ കൺഫ്യൂഷനാണ്. എന്താ കാര്യം, ഇവിടെ മുകളിലും വിക്കൊണ്ട് താഴെയും വിക്കൊണ്ട് എങ്ങോട്ടാണ് നമുക്കൊരു അൺസർട്ടനിറ്റി ഉണ്ട് ഇവിടെ ഇല്ലേ, കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അടുത്ത ക്യാൻഡിലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. ഓക്കെ, അടുത്ത ക്യാൻഡിൽ എന്താ സംഭവിച്ചത്, അടുത്ത ക്യാൻഡിൽ മാർക്കറ്റ് മുകളോട്ട് പോയെങ്കിലും അവിടുന്ന് നല്ല റിജക്ഷൻ വന്നു ഇല്ലേ. റിജക്ഷൻ വന്നും ക്ലോസ് ചെയ്തത് എവിടെയാണ്, നമ്മുടെ ട്രെൻഡ് ലൈനിൻ്റെ താഴെയാണ് നമ്മൾ ക്ലോസ് ചെയ്ത്. അപ്പം ഇപ്പം നമുക്കൊരു അവസരം കിട്ടി ഇവിടെ ട്രേഡ് എടുക്കാൻ. എന്താണ്, നമുക്കൊരു ഒരു SL കിട്ടി ഇവിടെ ഇല്ലേ, ഒരു SL കിട്ടി. ഇതാണ് നമ്മുടെ ഹൈ SL. അപ്പം ഒരു എക്സ്പീരിയൻസ്ഡ് ട്രേഡർ അല്ലെ അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ക്യാൻഡിൽ നമ്മൾ ഒരു PE ട്രേഡ് എടുക്കും. കാരണം നമുക്ക് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ ഇല്ലേ. അടിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കത്തുള്ളൂ 10 പോയിൻറ്റ് വല്ല മാക്സിമം 10 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാം. ഇങ്ങനെ ഒരു അവസരങ്ങളിൽ നമുക്കിവിടെ ട്രേഡ് എടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നു. മാർക്കറ്റ് നേരെ അടുത്ത ക്യാൻഡിൽ താഴെ വീണു, നേരെ പോയി പൊട്ടി താഴെ വീണു. നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ സുഖമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാം. ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 25 പോയിന്റ് നിങ്ങൾക്ക് എന്തായാലും സുന്ദരമായിട്ട് ഇവിടെ കിട്ടും ഇല്ലേ. ഈ ട്രേഡ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ നിങ്ങൾക്ക് കിട്ടും. അത് രണ്ടാമത്തെ 2 കാര്യം. അപ്പോൾ 2 കാര്യം ഞാനവിടെ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, ആ കാര്യം ഞാൻ പറഞ്ഞു. നമുക്ക് ഇവിടുത്തെ ട്രേഡ് എടുക്കുന്നത് എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു, ഓൾറെഡി മനസ്സിലാക്കി. കാരണം നിങ്ങൾക്ക് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നമുക്കത് അവിടെ അങ്ങനെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്താ ചെയ്യേണ്ടത്, രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഇതിനി ഇവിടുന്ന് പോയി ബ്രേക്ക് ചെയ്തില്ല, താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ. ഓക്കെ, മാർക്കറ്റ് ഇവിടെ വന്ന് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇവിടുത്തെ ഇച്ചിരി ഒന്ന് വലുതാക്കാൻ വേണം, അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇച്ചിരി ഒന്ന് വലുതാക്കി കാണിക്കുക, ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾ പേടി കൊണ്ട് ഈ ട്രേഡ് എടുത്തില്ലെന്ന് വിചാരിച്ചു. ഇവിടെ നിങ്ങൾ എടുത്തില്ല, നിങ്ങൾ കൺഫ്യൂഷനായി. ഇവിടെ വന്നു താഴെയാണെങ്കിൽ ഇതിന് താഴെ പോയില്ല. ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടു, അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷനായി. പിന്നെ അടുത്ത ക്യാൻഡിൽ വന്നപ്പോഴേ നേരെ ഇങ്ങനെ താഴെ പോയിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് മിസ്സായി ഇല്ലേ. മിസ്സായാൽ ഇവിടെ രണ്ടാമതൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നോക്കിക്കേ, രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഇവിടെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 23,500 താഴെ 15 മിനിറ്റ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു ട്രേഡ് നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. ശരിയല്ലേ? ശരിയാണോ? ഞാൻ കൃത്യമായിട്ട് വോയിസ് നോട്ട് ഇട്ടു. ഞാൻ എന്താ പറഞ്ഞത്, 23,500 താഴെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ അല്ലെങ്കിൽ 15 മിനിറ്റ് മാർക്കറ്റ് ഇതിന് താഴെ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് താഴോട്ട് PE നോക്കാം എന്ന് വെരി ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു. ശരിയാണോ? അതെ. ഇനി എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. നമുക്കിപ്പം 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നിന്ന് 15 മിനിറ്റിലോട്ട് മാറ്റി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ഇതാ നോക്കിക്കേ, 15 മിനിറ്റ് ഒറ്റ ക്യാൻഡിൽ കിട്ടും നമുക്ക്. ഇതാ നോക്ക്, 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ എന്ന് നോക്കിക്കേ. ഇവിടെ എന്താ സംഭവിച്ചേ, ഇതാണ് നമ്മുടെ ഇതാണ് എന്ത് ചെയ്ത് നമ്മുടെ ഇത്. ഓക്കെ, 23,500 താഴെ പോയിരുന്നു, സോറി. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചേ, ഇച്ചിരി വലുതാക്കി കാണിക്കുക. ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിൽ. 15 മിനിറ്റിലോട്ട് മാറ്റി നമ്മൾ. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിൽ ഏതാ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിൽ ഇല്ലേ. സെക്കൻഡ് ക്യാൻഡിൽ ഏതാ, ഇതാണ് സെക്കൻഡ് ക്യാൻഡിൽ.
സെക്കൻഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇവിടം വരെ വന്നു, ഇവിടെ വരെ വന്നെങ്കിലും ഇവിടാണ് ക്ലോസ് ചെയ്തത് ഇല്ലേ. ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, 15 മിനിറ്റ് നിങ്ങൾ ഒന്നുകിൽ 5 മിനിറ്റിൻ്റെ 3 ക്യാൻഡിൽ ഇവിടെ താഴെ ക്ലോസ് ചെയ്യണം, അല്ലെ 15 മിനിറ്റ് ഒറ്റ ക്യാൻഡിൽ ഇവിടെ ഇതിന് താഴെ ക്ലോസ് ചെയ്യണം. അങ്ങനെ ഇവിടെ 15 മിനിറ്റ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തു ഇല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തുമായി, ട്രേഡ് കൺഫർമേഷനായി ഇവിടെ നിങ്ങൾക്ക് ഒരു ട്രേഡ് എടുക്കാൻ പറ്റും ഇല്ലേ. ഇവിടെ നിങ്ങൾ ട്രേഡ് എടുത്തു, മാർക്കറ്റ് കൃത്യമായിട്ട് അടുത്ത 15 മിനിറ്റ് നേരെ മാർക്കറ്റ് താഴ്ത്തു വന്നു. വീണ്ടും നമുക്ക് 5 മിനിറ്റിലോട്ട് മാറ്റാം. ഇങ്ങനെയൊക്കെയാണ് ട്രേഡ് പഠിക്കുന്നത്. ഓക്കെ, 5 മിനിറ്റ് മാറ്റി നോക്കാം. ഓക്കെ, നമുക്കിവിടെ 5 മിനിറ്റ് നോക്കാം. ഇതാ നോക്കി 5, ഇത് ഇവിടെ റിജക്ഷൻ വന്നു, 1 2 ഈ 5 മിനിറ്റ് ക്യാൻഡിൽ കഴിഞ്ഞു, ഇത് കഴിഞ്ഞ് താഴെ ഇവിടെ ക്ലോസ് ചെയ്തു ഇല്ലേ. താഴെ ക്ലോസ് ചെയ്ത് 15 മിനിറ്റ് ഞാൻ പറയും, ഇതിപ്പോൾ 5 മിനിറ്റായി, ഇത് 10 മിനിറ്റായി, ഇത് 15 മിനിറ്റ് ഇല്ലേ. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് നോക്കിയാലും 15 മിനിറ്റ് ഈ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇവിടെ ഇതിന് താഴെയാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാം. ഇല്ല കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ 15 മിനിറ്റിലോട്ട് മാറ്റി കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ റെഡ് ക്യാൻഡിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഇവിടെയാണ് ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാം. ഇവിടുന്ന് ട്രേഡ് എടുത്തു കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇത്രയും പോയിന്റ് ഇവിടുന്ന് ഏകദേശം ഒരു 70 പോയിന്റോളം നമുക്ക് ഇവിടെ കിട്ടി. നിങ്ങൾക്ക് ഒരു 15-20 പോയിന്റ് പ്രീമിയം നിങ്ങൾക്ക് ഇവിടുന്ന് ഇവിടം വരെ നിങ്ങൾക്ക് കിട്ടും. സുന്ദരമായിട്ട് 2 ട്രേഡ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് യൂട്ടിലൈസ് ചെയ്തു എനിക്കറിയത്തില്ല. സുന്ദരമായിട്ട് നിങ്ങൾക്ക് ഈ 2 ഓരോ ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. ഇത് മിസ്സായവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, രണ്ടും കൃത്യമായിട്ട് ഞാൻ കാര്യം പറഞ്ഞിരുന്നത് എവിടെയാണ്. അടുത്ത ഇനി മൂന്നാമത്തെ കാര്യം, അപ്പോൾ 1 ഞാൻ ഇവിടെ പറഞ്ഞു, 1 ഇവിടെ ട്രേഡ് പറഞ്ഞു, 2 ഇവിടെ ട്രേഡ് പറഞ്ഞു. ഇനി ഈ 2 ട്രേഡ് മിസ്സായവർക്ക് മൂന്നാമത്തെ ട്രേഡ് ഞാൻ എന്താ പറഞ്ഞത്, ഇതെല്ലാം കളയാം പോട്ടെ. മൂന്നാമത്തെ ട്രേഡ് മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു. മാർക്കറ്റ് നേരെ അവിടുന്ന് എന്ത് ചെയ്തു, നേരെ താഴോട്ട് വന്നതിന് ശേഷം നമ്മുടെ 23,500 പൊട്ടി, 23,500 പൊട്ടി, 23,400 പൊട്ടി, 23,413 പൊട്ടി ഇവിടെ വന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ ഈ ലോ വന്നു കഴിഞ്ഞ് ഇവിടുന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയപ്പോൾ ഇവിടെ വരെ വന്ന ശേഷം ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയപ്പോൾ ഞാൻ അടുത്ത വോയിസ് ഞാൻ ഇട്ടിരുന്നു. നിങ്ങൾ എത്ര പേർ വോയിസ് ആണോ ഞാൻ എഴുതുകയാണോ ചെയ്യുന്ന ഓർമ്മയില്ല എനിക്ക്. ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഒരു ബൈ ആക്റ്റീവ് ആകും, നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ ലോ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ബൈ എടുക്കാം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടല്ലോ, കൃത്യമായിട്ട് ഗ്രൂപ്പിൽ കിടപ്പുണ്ട് സംഭവം. ഓക്കെ, ബൈ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എടുത്തവർക്ക് സുന്ദരമായിട്ട് ഇവിടുന്ന് 23 ഏകദേശം 360 പോട്ടെ. ഈ ഗ്രീൻ ക്യാൻഡിൽ കഴിഞ്ഞ് എടുത്താൽ മതി. ഈ ഗ്രീൻ ക്യാൻഡിൽ ശേഷം എത്ര, 23,400 380, 23,380 നിന്ന് നിങ്ങൾക്ക് 23,550 വരെ ഏകദേശം 200, 350, 450, 580 ഒരു 170 പോയിന്റോളം പോട്ടെ, 150 പോയിന്റോളം നിങ്ങൾക്ക് ഇവിടുന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഞാൻ ക്യാപ്ചർ ചെയ്ത് ഇവിടുന്ന്. ഓക്കെ, സുന്ദരമായിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് ഇവിടം വരെ നിങ്ങൾക്ക് കിട്ടിയതിനല്ലേ, ഇവിടം വരെയെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. എത്ര പേരത് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ തന്നെ, ഞാൻ പോളിടാൻ മറന്നുപോയി, ഇടുമ്പോൾ നിങ്ങൾ പറയുക. ഓക്കെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാം. അതിനുശേഷം മാർക്കറ്റ് പിന്നെ എന്ത് ചെയ്യുന്നത്, കൺസോൾട്ടേഷൻ മോഡിൽ ഇങ്ങനെ പോയി അവസാനമായപ്പം മാർക്കറ്റ് നേരെ താഴോട്ട് വരും. പിന്നെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ലായിരുന്നു. കൺസോൾട്ടേഷനും ഇങ്ങനെ ആടിക്കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ച് ഉള്ളൊരു പരിപാടിയായിരുന്നു. അവിടെ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇവിടെ എങ്ങും ഇല്ലായിരുന്നു. നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി ഈ 3 ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു, മൂന്നാമത്തെ ഓപ്പർച്യൂണിറ്റി ഇവിടുന്ന് ബൈ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. സുഖമായിട്ട് നമുക്ക് ഏതെങ്കിലും ട്രേഡ് സുന്ദരമായിട്ട് നമുക്ക് എടുത്ത് പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റും. എത്ര പേര് നിങ്ങൾ ചെയ്തു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞിരുന്നത് ഇവിടെ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷൻ ഇത് കണ്ടായിരുന്നു. ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് വന്നു, ഇവിടെ ഇവിടം വരെ വന്നു. ഹാൻഡിൽ വന്നെങ്കിലും പിന്നെ ഇവിടുന്ന് എന്ത് ചെയ്തു, റിജക്ഷൻ. നമുക്ക് ഈ ഹാൻഡിൽ വരണം എന്നുണ്ടെങ്കിൽ ഈ ഹാൻഡിൽ ബ്രേക്ക് ചെയ്യണം, ഇവിടെ ബ്രേക്ക് ചെയ്യണം. കപ്പ് ആൻഡ് ഹാൻഡിൽ ഇവിടെ വന്ന് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തെങ്കിൽ നമുക്ക് ഒരു കൺഫർമേഷൻ പറയാൻ പറ്റും. പക്ഷേ അത് ബ്രേക്ക് ചെയ്തില്ല. ഇവിടം വരെ വന്നതിന് ശേഷം ഇവിടുന്ന് റിജക്ഷൻ വന്ന് നേരെ താഴോട്ട് പോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് കൺഫർമേഷൻ പറയണമെങ്കിൽ ഇത് കപ്പിൻ്റെ ഈ ലെവൽ ബ്രേക്ക് ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ അത് കപ്പ് ആൻഡ് ഹാൻഡിലിൻ്റെ ആ ഒരു നമുക്കൊരു നേട്ടം നമുക്ക് തരത്തുള്ളൂ. ഇത് ബ്രേക്ക് ചെയ്തെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് എടുക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങാം.
ആ ഒരു ഓപ്പർച്യൂണിറ്റി, പക്ഷേ അത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കരുതുന്നില്ല. ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നമുക്ക് സക്സസ് ആയില്ല, ഇവിടുന്ന് റിജക്ഷൻ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ചാർട്ടിൽ പരിചയിക്കുക, എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പ്രൈസ് ആക്ഷൻ പഠിക്കുക. പ്രൈസ് ആക്ഷൻ്റെ പിന്നെ ലിങ്ക് ഇതിൻ്റെ അവസാനം ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ പോയി കണ്ട് പഠിച്ച്, ഇത് വീക്കെൻഡാണ്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ആക്ഷനിൽ എങ്ങനെ ക്യാൻഡിൽ ഉണ്ടാകുന്നു, എങ്ങനെ പിന്നെ അവിടെ ക്യാൻഡിൽ ഫോം ചെയ്യുന്നു, ആ ക്യാൻഡിൽ ഫോം ചെയ്താൽ എങ്ങനെ പോകും, എല്ലാം വിശദമായിട്ടും അതുപോലെ ഓരോ പാറ്റേൺസ് എങ്ങനെയാണെന്നോ എല്ലാം വിശദമായിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. സമയമുള്ളപ്പോൾ നിങ്ങളത് കേൾക്കാനും കാണാനും ഒക്കെ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ താഴെ, ഈ യൂട്യൂബ് ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷനകത്തിൽ ഒരു വാട്സപ്പിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ലൈവായിട്ട് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല വീക്കെൻഡ് ആശംസിക്കുന്നു. പഠിക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഓക്കെ, താങ്ക് യു ഓൾ.